മനോജ് ശിവദാസിനെ മ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 23-ാം ദിവസമായ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ആദിദേവ്. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് പൂജ മനോജ്. ആദിദേവും പൂജയൊക്കെ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ആദിദേവ് അഷ്ടപതിയൊക്കെ പാടുന്ന ഒരു മിടുക്കനാണ്. ആദിദേവിന്റെ പ്രഭാഷണത്തിൽ നമുക്ക് ആദിദേവിന്റെ കഴിവ് നമുക്ക് കാണാം. അതുപോലെ പൂജാ മനോജ്, അവര് പൂജാ മനോജും തീർത്ഥ മനോജ്, പ്രാർത്ഥനാ മനോജ്, 3 കുട്ടികളുണ്ട് അവരുടെ വീട്ടില്. 3 പേരും എല്ലാ ക്ലാസ്സുകളും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. വർഷങ്ങളായിട്ട് മഠവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നേരിട്ട് വരാൻ പറ്റില്ല, കാരണം അവർ ഒത്തിരി ദൂരെയാണ്. പ്രവിത്താനം, കോട്ടയത്ത് നിന്ന് ഒത്തിരി ദൂരെയാണ് അവര്. പക്ഷെ റെഗുലറായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന 3 മിടുക്കി കുട്ടികളാണ് ആ വീട്ടിലുള്ളത്. അവരുടെ പാരൻസിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഈ കുട്ടികളെ മുടങ്ങാതെ ക്ലാസ്സുകൾ പങ്കെടുപ്പിക്കുന്നതിൽ ഒത്തിരി അവരെ അഭിനന്ദിക്കുന്നു. കുഞ്ഞുങ്ങളെയും വളരെയധികം സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദിദേവിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സായിറാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സീതാദേവിയെ ദർശിക്കുകയും ലങ്കാദഹനം നടത്തുകയും ചെയ്ത് തിരിച്ചു വന്ന ഹനുമാൻ സ്വാമി മഹേന്ദ്ര പർവ്വതത്തിൽ വന്ന ശേഷം വാനരന്മാരോട് കൂടി രാമലക്ഷ്മണ സന്നിധിയിലേക്ക് യാത്രയായി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. വഴിമധ്യേ വാനരന്മാർ എല്ലാവരും അതീവ സന്തോഷത്തോടു കൂടി വഴിയിലുണ്ടായിരുന്ന മധുവനം എന്ന സുഗ്രീവൻ വളരെ കരുതലോടെ സൂക്ഷിക്കുന്ന, സുഗ്രീവൻ പൊന്നുപോലെ നോക്കി വളർത്തുന്ന, ധാരാളം ഫലമൂലാദികൾ നട്ടു വളർത്തിയിരിക്കുന്ന മധുവനം എന്ന ആ പഴത്തോട്ടത്തിൽ ഈ വാനരന്മാരെല്ലാവരും കയറുകയും ഇഷ്ടം പോലെ മധു കുടിക്കുകയും കണ്ട പഴങ്ങളെല്ലാം പറിച്ചു തിന്നുകയും അവിടെയെല്ലാം നാനാവിധം അലങ്കോലമാക്കുകയും ചെയ്തു. ഇതു കണ്ട മധുവനത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ദതിമുഖൻ എന്ന വാനരൻ വളരെയധികം സങ്കടപ്പെടുകയും ദേഷ്യം വന്ന് വാനരന്മാരെ ആട്ടി ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും വാനരന്മാരുടെ അടുത്ത് വിലപ്പോയില്ല. അവരെല്ലാവരും കൂടി ദതിമുഖനെ മർദ്ദിച്ച് അവശനാക്കി. സങ്കടം കൊണ്ട് ദതിമുഖൻ സുഗ്രീവനെ കാണുവാനായി അവിടെ നിന്നും ചാടി പുറപ്പെട്ട് സുഗ്രീവ സന്നിധിയിലെത്തി സങ്കടം അറിയിച്ചു. കരഞ്ഞുകൊണ്ട് തന്റെ കാൽക്കൽ നമസ്കരിച്ച ദതിമുഖൻ എന്ന വാനരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ, എന്താണ് അങ്ങയുടെ സങ്കടം, പറയൂ എന്ന് പറഞ്ഞു. ദതിമുഖൻ പറഞ്ഞു, അന്യരാരും കടക്കാതെ ഞാൻ പൊന്നുപോലെ അങ്ങയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ആ വനം ഇപ്പോൾ കുറെ വാനരന്മാര് വന്ന് അവിടെയുള്ളതെല്ലാം തിന്നു തീർക്കുകയും തിന്നതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം എറിഞ്ഞു കളഞ്ഞു വൃത്തികേടാക്കുകയും എന്നെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ദതിമുഖൻ ആവലാതി പറയുന്നത് കേട്ടപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ലക്ഷ്മണൻ ചോദിച്ചു, എന്താണ് ഈ ദതിമുഖൻ ഇവിടെ വന്ന് പറയുന്നത്? അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, ദതിമുഖൻ എന്ന ഈ വാനരൻ പറയുന്നത് അംഗത പ്രമുഖരായ വാനരന്മാർ മധുവനത്തിലെ മധു ഭക്ഷിച്ചു തീർത്തു എന്നാണ്. ഇത്തരം അക്രമം ചെയ്യാൻ അവർ മുതിരുകയില്ല. കാര്യസാധ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. തീർച്ചയായും അവർക്ക് കാര്യസാധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവർ മധുവനത്തിൽ എത്തി എന്നതിനർത്ഥം
അവർ പോയ രാമകാര്യം സാധിച്ചു മടങ്ങി വരുന്നു എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ തടയാൻ ചെന്ന വനപാലകരെ ഒഴിച്ചു വിടുകയും ബലവാനായ ദതിമുഖനെ വകവെച്ചതുമില്ല. അങ്ങനെ രാമകാര്യം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ കാര്യം സാധിക്കുന്നതിൽ ഹനുമാൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹനുമാന്റെ കാര്യസിദ്ധി വൈഭവവും ബുദ്ധിയും സന്നദ്ധതയും പ്രയത്നവും വീര്യവും പഠിപ്പുമെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. ജാംബവാനെ പോലെയും അംഗദനെ പോലെയും നേതൃത്വം വഹിക്കുന്നവരും ഹനുമാനെ പോലെ നിശ്ചയദാർഢ്യം ഉള്ളവർ അമരക്കാരായും ഉള്ളപ്പോൾ ജയമല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. സന്തോഷത്തോടെ വാനരന്മാരെല്ലാവരും തേൻ കുടിച്ചു. എന്നാൽ അതിന്റെ അർത്ഥം അവർ കാര്യസാധ്യം നടന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു. ധർമാത്മാവായ ലക്ഷ്മണനും രാമനും ഈ വർത്തമാനം കേട്ട് സന്തുഷ്ടരായി. കർണസുഖപ്രദമായ വാർത്ത സുഗ്രീവനിൽ നിന്ന് കേൾക്കാറായപ്പോൾ അവർ സന്തുഷ്ടരായി. രാമലക്ഷ്മണന്മാർക്ക് ഉള്ളം കുളിർത്തു. രതിമുഖന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവനും സന്തോഷിച്ചു. വാനരന്മാർ തന്റെ മധുവനത്തിലും നിന്ന് ധാരാളം ഭക്ഷണം കഴിച്ചുവെന്നും മധു കുടിച്ചുവെന്നും ഉള്ള കാര്യത്തിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമാണ് ഉള്ളത് എന്ന് സുഗ്രീവൻ രതിമുഖനോട് പറഞ്ഞു. ഉടനെ തന്നെ പോയി ഹനുമത് പ്രമുഖന്മാരെ ഇങ്ങോട്ട് അയക്കുക. ഇവിടെ രഘുമാരന്മാരും ഞാനും അവരെ കാണുവാൻ അത്യധികം ഉത്സാഹത്തോടെ ഇരിക്കുകയാണ്, ആകാംക്ഷയോടെയും ഇരിക്കുകയാണ് എന്ന് അറിയിക്കുക എന്ന് രതിമുഖൻ പറഞ്ഞു. രതിമുഖൻ രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനെയും നമസ്കരിച്ച് പെട്ടെന്ന് തന്നെ ഹനുമത് പ്രഗതികളെ ഇങ്ങോട്ട് അയക്കുവാനായി തിരിച്ചുപോയി. രതിമുഖൻ തിരിച്ചെത്തിയപ്പോഴേക്കും മധു കുടിച്ച് ലക്ക കെട്ടിയിരുന്ന അവർക്കെല്ലാം സ്വബോധം തിരിച്ചു കിട്ടിയിരുന്നു. ഇപ്പോൾ അവർ വലിയ സങ്കടത്തിലാണ്. സുഗ്രീവൻ ആ വനം നശിപ്പിച്ചതിൽ അവർക്ക് എന്തു ശിക്ഷയാണ് കൊടുക്കുക എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു അവർ. പക്ഷേ രതിമുഖൻ വന്ന് സുഗ്രീവൻ ഈ വനത്തിൽ നിന്ന് നിങ്ങളെല്ലാം ഭക്ഷിച്ചതിൽ അതീവ സന്തുഷ്ടനാണ്, കാര്യസാധ്യമുണ്ടായതിൽ അതീവ സന്തുഷ്ടനാണ്, വേഗം നിങ്ങളോട് സന്നിധിയിലേക്ക് ചെല്ലുവാൻ പറഞ്ഞുവെന്നും പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സമാധാനവുമായി, അവർക്കെല്ലാം സന്തോഷവുമായി. മഹാവീരനായ അംഗദന്റെ നേതൃത്വത്തിൽ ഹനുമാൻ സ്വാമി അടക്കം എല്ലാ വാനരന്മാരും അവിടെ നിന്നും കുതിച്ചു ചാടി രാമസന്നിധിയിലെത്തി. മഹാബാഹുവായ ഹനുമാൻ ശിരസ് നമിച്ചുകൊണ്ട് പതിവ്രതയായ സീതയെ കണ്ട വൃത്താന്തം രാമനെ അറിയിച്ചു. കണ്ടു ദേവിയെ എന്ന വാക്കുകളാണ് ഹനുമാൻ സ്വാമിയുടെ മുഖത്തു നിന്ന് അമൃതം പോലെ ശ്രീരാമ ലക്ഷ്മണന്മാർ കേട്ടത്. ഹനുമാൻ സ്വാമിയുടെ ഈ വാക്ചാതുര്യത്തെ പലരും പുകഴ്ത്തിയിട്ടുണ്ട്. കാരണം ആദ്യം ദേവിയെ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദേവിയെ എന്ന് പറഞ്ഞ് ഒരു ക്ഷണനേരം ദേവിക്ക് എന്തു പറ്റി എന്നെങ്കിലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സിലൊരു പരിഭ്രമം ഉണ്ടാകുമോ? അതുകൊണ്ട് അങ്ങനെ തുടങ്ങുവാൻ പാടില്ലെന്ന് ഹനുമാൻ സ്വാമി സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ആദ്യം ശ്രീരാമചന്ദ്രസ്വാമിക്ക് കിട്ടേണ്ട വിവരം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ കണ്ടു ദേവിയെ എന്നാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സിൽ ഒരു സ്വല്പം പോലും വിഷമം ഉണ്ടാകാത്ത രീതിയിൽ ആ കാര്യത്തെ അവതരിപ്പിച്ചത്. പിന്നീട് ഹനുമാൻ സ്വാമി സീതാവൃത്താന്തങ്ങൾ പറയുവാൻ ആരംഭിച്ചു. രാവണ രാജഗൃഹത്തിൽ സീതാദേവിയെ തടവിലാക്കിയിരിക്കുന്നതും രാക്ഷസികൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതും രാമനിൽ രൂഢമായ പ്രേമത്തോടെ സീതാദേവി ഇരിക്കുന്നതും തപോവൃത്തിയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ രാമസന്നിധിയിൽ ഹനുമാൻ സ്വാമി എല്ലാം വിസ്തരിച്ചു. വൈദേഹി പാതിവൃത്തി ഭംഗം വരാതെയും ശരീരത്തിന് കേടില്ലാതെയും ഇരിക്കുന്നതായി അറിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു. സീതാദേവി എവിടെ ഇരിക്കുന്നു, എന്നെ പറ്റി എന്ത് വിചാരിക്കുമോ എന്നെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തന്നാലും ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകേട്ട് രാമഭക്തനായ മാരുതാത്മജൻ സീതാദേവി ഇരിക്കുന്ന ദിക്കു നോക്കി ശിരസാ പ്രണമിച്ചിട്ട് സീതാ ദർശനത്തെ പറ്റി യഥാർത്ഥമായി വിവരിച്ചു. ദിവ്യവും തിളങ്ങുന്നതുമായ ആ കാഞ്ചന ചൂടാമണിയെ രാമന് കൊടുത്തിട്ട് പൂപ്പ് കൈയോടെ പറഞ്ഞു, 100 യോജന ദൈർഘ്യമുള്ള സാഗരം ഞാൻ ചാടിക്കടന്നിട്ട് സീതാദേവിയെ അന്വേഷിച്ചു കണ്ടെത്തുന്നതിൽ നിറഞ്ഞ ആഗ്രഹത്തോടെ ചെന്നു. ദുരാത്മാവായ രാവണന്റെ ലങ്കാനഗരി അവിടെയാണ്. അവിടെ അശോകവനത്തിൽ അഭിരാമയായ സീതാ മനോരഥത്തെ അങ്ങയിൽ തന്നെ വിന്യസിച്ചും കൊണ്ട് ഇരിക്കുന്നതായി ഞാൻ കണ്ടു. അങ്ങേ മാത്രം നനച്ചിരിക്കുകയാണ് സീതാദേവി.
ഞാൻ ദേവിയോട് സംഭാഷണം ചെയ്തു. എല്ലാ വസ്തുതകളും ഗ്രഹിപ്പിച്ചു. രാമസുഗ്രീവ സഖ്യം കേട്ട് ദേവി ആഹ്ലാദിച്ചു. അങ്ങനെയുള്ള ഭക്തിയും പാതിവൃത്യം പാലിക്കലും മാത്രമാണ് ജീവിക്കാൻ സഹായിക്കുന്ന സദാചരണങ്ങൾ എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ തീവ്രമായ തപസ്സിനാലും ഭവാനിലുള്ള ഭക്തിയാലും ജനകനന്ദിനി ജീവിക്കുന്നതായി ഞാൻ കണ്ടു. ദേവി പറഞ്ഞു, ഈ ചൂടാരത്നം ഞാൻ തന്നയക്കുകയാണ്. ഇത് ജലത്തിൽ നിന്നുണ്ടായതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ അങ്ങേ കണ്ടിട്ടെന്ന പോലെ ആശ്വസിക്കുന്നത് എന്ന് ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയണം. ഈ രാക്ഷസരുടെ തടവറയിൽ മാസത്തിലേറെ ഞാൻ ജീവിച്ചിരിക്കുകയില്ലെന്നും ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയണമെന്ന് സീതാദേവി ഹനുമാനോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ വൃത്താന്തം ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയെ ഇപ്പോൾ അറിയിച്ചു. ചൂടാമണി കയ്യിൽ മേടിച്ച് ശ്രീരാമചന്ദ്രസ്വാമി ദുഃഖപീഡിതനായി നിറഞ്ഞ കണ്ണുകളോടെ സുഗ്രീവനോട് പറഞ്ഞു, കുട്ടിയെ കണ്ട തള്ളപ്പരശു എപ്രകാരമാണോ വാത്സല്യത്താൽ പാല് ചുരത്തുന്നത്, അപ്രകാരമാണ് ഈ രത്നം കാണുമ്പോൾ എന്റെ ഹൃദയം ഉരുകുന്നത്. എത്രയും വേഗം സൈന്യബലത്തോടു കൂടി വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ചതിനു ശേഷം എന്നെ വീണ്ടെടുത്ത് സ്വപുരിയിലേക്ക് കൊണ്ടുപോയാലേ അത് ശ്രീരാമചന്ദ്രസ്വാമിക്ക് യശസ്കരമായിരിക്കുകയുള്ളൂ എന്ന് സീതാദേവി ഹനുമാനോട് രാമനെ അറിയിക്കുവാനായി പറഞ്ഞു. ബലം കൊണ്ട് ലങ്കയെ മുടിച്ച് ശത്രുബല സംഹാരം ചെയ്തവനായി എന്നെ കൊണ്ടുപോകുന്നുവെങ്കിലേ അത് കാകുസ്ഥന് ചേർന്നതാകൂ. ഇങ്ങനെ സീത പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയെ അറിയിച്ചു. നടന്നതുപോലെയെല്ലാം ഹനുമാൻ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമൻ സന്തുഷ്ടനായി മറുപടി പറഞ്ഞു. ഹനുമാനെ, മഹാകാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. മഹത്തായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾക്കും ഇത് സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ല. മഹോദതി തരണം ചെയ്യുന്നതായി ഗരുഡൻ, വായു, ഹനുമാൻ എന്നീ മൂന്ന് പേരെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ലോകത്തിൽ രാവണനല്ലാതെ മറ്റാർക്കും പ്രവേശനം സാധിക്കാത്ത ആ രാവണ പാലിതമായ ലങ്കയിൽ ബലാൽ പ്രവേശിച്ച് രാക്ഷസന്മാർ കാക്കുന്ന ആ ലങ്കയിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരുവാൻ ഹനുമാൻ അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രസ്വാമി ആഹ്ലാദത്തോടെ ഹനുമാൻ സ്വാമിയെ ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, സീതാന്വേഷണം താങ്കൾ സർവദാ വേണ്ടും വണ്ണം സാധിച്ചിരിക്കുന്നു. എന്നാൽ സാഗരതരണം ഓർത്തിട്ട് എന്റെ മനസ്സ് പിടയ്ക്കുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ നോക്കി മഹാപരാക്രമിയായ സുഗ്രീവൻ പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഈ മഹാസമുദ്രത്തെ തരണം ചെയ്യും. നമുക്ക് ലങ്കയിലേക്ക് കടക്കുവാൻ സാധിക്കും. നമ്മൾ ശത്രുവിനെ വധിക്കുകയും ചെയ്യും. അതിനായി സേതു ബന്ധിക്കണം. ആ രാക്ഷസ രാജാവിന്റെ പുരിയിൽ പ്രവേശിക്കണം. അതിന് തക്കതെല്ലാം നമുക്ക് ഉടനെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ലങ്കയ്ക്കടുത്ത് എത്തുന്നതുവരെ സമുദ്രത്തിൽ സേതു ബന്ധിച്ചു കഴിഞ്ഞാൽ അതോടെ എന്റെ സൈന്യം അങ്ങെത്തി യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചാൽ കാമരൂപികളായ ഈ വാനരന്മാർ അത്രയ്ക്ക് യുദ്ധവീരന്മാരാണ്. ഇപ്പോൾ നാം ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും കടൽ കടക്കുക എന്നതാണ്. അതോടെ ശത്രുവിന്റെ കഥ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. യുക്തിയുക്തവും പരാമർത്ഥവുമായ സുഗ്രീവ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രസ്വാമി അവ അംഗീകരിച്ച് ഹനുമാനോട് പറഞ്ഞു. ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയോട് ലങ്കാപുരിയെ കുറിച്ച് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. അതുപോലെ ഹനുമാൻ സ്വാമി ലങ്കയെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ശ്രീരാമചന്ദ്രസ്വാമിയെ അറിയിച്ചു. ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, ആ ഭീമരാക്ഷസന്റെ ലങ്കയെ പറ്റി ഭവാൻ എല്ലാം പറഞ്ഞു തന്നുവല്ലോ. ഉടൻ തന്നെ തകർത്തു കളയാം. സത്യം, ഇത് സത്യം. സുഗ്രീവ, ഈ മഹാമുഹൂർത്തത്തിൽ തന്നെ പുറപ്പെടുവാൻ നമ്മൾ നിശ്ചയിച്ചു. ഇത് നല്ല സമയമാണ്. ഇന്ന് ഉത്രം നാളാണ്. നാളെ അത്തം. സൈന്യത്തെ മുഴുവൻ കൂട്ടി സുഗ്രീവ നാം പുറപ്പെടുക തന്നെ. ഞാൻ ശുഭലക്ഷണങ്ങൾ കാണുന്നു. രാവണനെ വധിച്ച് ജാനകിയെ തിരികെ ആനയിക്കും. ഉടൻ തന്നെ എല്ലാവരും സൈന്യമെല്ലാം ഒരുക്കിക്കൂട്ടി. എല്ലാ വാനരന്മാരും അത്യധികം ആവേശത്തോടെ രാവണനെയും മറ്റെല്ലാ രാക്ഷസന്മാരെയും നമുക്ക് കൊല്ലണം കൊല്ലണം എന്ന് രാമന്റെ സമീപത്തു നിന്ന് അലറി വിളിച്ചുകൊണ്ട് അവർ യാത്ര ആരംഭിച്ചു. ഭൂമി മുഴുവൻ ആവരണം ചെയ്തുകൊണ്ട് ആ വമ്പിച്ച സേന മുന്നോട്ട് നീങ്ങി. രാഘവ കാര്യത്തിനായി പോകുന്നതിൽ
വർദ്ധിതമായ വീര്യവിക്രമങ്ങളോടെ പ്രസന്നമുഖരായി അവർ ഉൾക്കൊണ്ടിരുന്നു. മഹേന്ദ്ര പർവ്വതത്തിലെത്തിയ ശ്രീരാമ ലക്ഷ്മണന്മാർ പർവ്വതത്തിന്റെ ശിഖരത്തിൽ കയറി നിന്നുകൊണ്ട് ആ വലിയ സാഗരത്തെ വീക്ഷിച്ചു. പർവ്വത മുകളിൽ നിന്ന് സമുദ്ര തീരത്തേക്ക് എത്തിയ ശ്രീരാമചന്ദ്ര ലക്ഷ്മണ സുഗ്രീവന്മാർ ഉടൻ തന്നെ സൈന്യത്തെയെല്ലാം അവിടെ നിന്നും ഒന്നിച്ചു കൂടുവാൻ ആജ്ഞാപിച്ചിട്ട് ഇനി എങ്ങനെ സമുദ്ര ലംഘനം സാധിക്കാം എന്നതിനെ പറ്റി ഒരു ആലോചനാ യോഗം ഉടനെ തന്നെ അവിടെ ചെയ്തു. സേനാധിപതിയായ നീലൻ ആ സമുദ്ര തീരത്തില് സൈന്യത്തെ വേണ്ടും വിധം നല്ല രീതിയിൽ വിന്യസിപ്പിച്ചു. ശ്രീരാമചന്ദ്ര സ്വാമി സീതയെ ഓർത്ത് പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ലക്ഷ്മണനോടൊത്ത് അങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ സൂര്യൻ അസ്തമിച്ചു. അങ്ങനെ രാത്രിയുടെ ആ മറവിൽ അവർ അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. സായിറാം. എനിക്ക് പ്രഭാഷണം പറയുവാൻ അവസരം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നന്ദി സായിറാം. അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി. താങ്ക് യു സാറേ. അപ്പൊ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നന്നാവുന്ന ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഒരു കാര്യത്തിനും മടി പിടിക്കരുത്, എപ്പോഴും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, അടുത്തതായി നമുക്ക് രാമസന്ധ്യാനാമം കേൾക്കാം. പൂജാമനോജിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ക്ഷണിക്കും. രാമ 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 പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം നിഞ്ചരിതമോതുവാൻ നിലവിലോമ തോന്നണം പഞ്ചസായ കോപമ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്നിതാ മയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ നക്ഷസാംഗീതം ഭവിച്ച രാമ രാമ പാഹി മാം ധർമ്മമോടു മന്ദരാമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായി അവതരിച്ച രാമ രാമ പാഹി മാം പാരിടം പിളർന്നു ചെന്നു തേജമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം നാരസിംഹരൂപമായി അവതരിച്ച ചുനീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം ജഗത്രയങ്ങൾ മൂന്നടിയങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം ആകയാൽ അയോധ്യമെന്നെ നാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം സോദരന്മാർ ദുഷ്ടരാം നിശാചരാവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു രത്നനിർമ്മിരിക്കു മോശ വീണ്ട രാമ പാഹി മാം വിദേഹ രാജ്യമുൾപ്പുകിന്ദു വിശ്വനായകനുടെ വെൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോടും ആസുവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകമതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട രാമ രാമ പാഹി മാം പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ
ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹിമാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമാം. സീതയോടു ചൊൽവതിഞ്ഞു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹിമാം. ഇന്ദ്രജിത്തിനോട് തൊത്ത് ബ്രഹ്മഭാഷമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമാം. മഞ്ജുറ തൊടുത്തു പിന്നെ വാച്ചമോദമോടുടൻ വാരുതി കടന്നു ചെന്ന രാമ രാമ പാഹിമാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജാവിഭോ മുകുന്ദ രാമ പാഹിമാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട് രാമ രാമ പാഹിമാം. രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമാം. അഗ്നിമണ്ഡലേ ഇരുന്നു സീതയെ വഹിച്ചുകൊണ്ടു അന്നയോധ്യ പൊക്കിടുന്ന രാമ രാമ പാഹിമാം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമാം. രാജ്യവാസിയായവർക്ക് പൂജ്യനായിരുന്നു തത്വ രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. പൂജക്കുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നന്നായിരുന്നേ, പിടിക്കുകയായി. ഓക്കെ, പിന്നെ തീർത്ഥയും കൂടെ നാളെ അല്ലേ? രണ്ടുപേരും കൂടെ ഒന്നുകൂടെ ഒക്കെ ചൊല്ലി പ്രാക്ടീസ് ചെയ്ത് നാളെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറയണം കേട്ടോ തീർത്ഥ കുട്ടിയോട്. ഓക്കെ, ശരി മച്ചേട്ടാ. ഞാന് ആദിദേവന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാഴ്വാക്ക് പോലും പ്രഭാഷണത്തില് വരാനിടയായിട്ടില്ല. എല്ലാം കാര്യമാത്ര പ്രസക്തമായിട്ട് ഒരു മാല ഓർക്കുന്ന കണക്ക് എല്ലാ സംഭവ പരമ്പരകളും വളരെ അതിമനോഹരമായിട്ട് തന്നെ ആദിദേവ് അത് പ്രഭാഷണം നടത്തി. മധുവനത്തിലേക്ക് പോകുന്നു, വാനരന്മാര് അവിടെ വിഹരിക്കുന്നതും അവിടെ എല്ലാം നാശപ്പെടുത്തിയിട്ട് സുഗ്രീവനോട് പിന്നെ പരാതി പറയുന്നതും ആ ഹനുമാന്റെ വാക്ചാതുരി സീതയെ കണ്ടു ഞാൻ സീതയെ എന്നുള്ള ആ സന്ദർഭങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ആദിദേവ് ശരിക്കും പഠിച്ചതിന് ശേഷം തന്നെയാണ് ആദിദേവ് പ്രഭാഷണം നടത്തിയത്. നമുക്ക് അങ്ങേയറ്റം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് രാമായണം ഒരു ദിവസം കൊണ്ട് നിർത്തരുത്, എല്ലാ ദിവസവും ഒരു വരിയെങ്കിലും വായിക്കണം കേട്ടോ. കർക്കിടക മാസം കഴിഞ്ഞാൽ അതുപോലെ തന്നെ പൂജയും വളരെ മനോഹരമായിട്ട് തന്നെ സന്ധ്യാനാമം ചൊല്ലി. എനിക്ക് പറയാനുള്ളത്, കർക്കിടക മാസം കൊണ്ട് ഇത് അവസാനിപ്പിക്കരുത്. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമാവതാരം ഉണ്ടായത്. ബാക്കിയുള്ള അവതാരങ്ങളെല്ലാം വളരെ സങ്കീർണമായിരുന്നെങ്കിലും ശ്രീരാമദേവന്റെ പിന്നെ അവതാരം നമുക്ക് ഓരോരുത്തർക്കുമുള്ള ലഘുവായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ധാർമ്മികമായിട്ട് ജീവിക്കേണ്ട എല്ലാ സത്യസന്ധതയോട് തന്നെ അത് പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് ദിവസവും വായിക്കേണ്ടതാണ്. ഇതിന് നിങ്ങളെ പ്രേരിപ്പിച്ച പരമേശ്വരനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇത്രയേറെ സ്ട്രെയിനാണ് എടുക്കുന്നത്.
ഈ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഇതല്ലാതെ വേറെ യാതൊരു ധനവുമില്ല. എത്ര ഉന്നത വിദ്യാഭ്യാസം കൊടുത്താലും, എത്ര പിന്നെ അങ്ങേറ്റത് ഉദ്യോഗ പദവിയിലെത്തിയാലും ഭഗവത് സ്മരണയില്ലാതെ ഇതൊന്നും ശുഭമാകില്ല. അതുകൊണ്ട് അതിന് തന്നെ പ്രാധാന്യം കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവരുടെ രക്ഷകർത്താക്കളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. ആദിദേവ്, നന്നായിരുന്നു കേട്ടോ മോനെ പ്രഭാഷണം. ശരിക്കും മധുചേട്ടൻ പറഞ്ഞതുപോലെ മോനത് ആ കഥാഭാഗം എല്ലാം നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നത് എന്ന് നമുക്ക് വായന കേട്ടറിയാം. പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ ഒരു അങ്ങനെ എന്താ പറയണ്ടേ, ചർവീത ചർവണം പോലെയുള്ള ഒരു വായനയായിരുന്നില്ല. ശരിക്കും അത് അറിഞ്ഞിട്ട് ആ കഥയുടെ കാമ്പ് ഉൾക്കൊണ്ടിട്ടുള്ള വായനയായിരുന്നു. നന്നായിരുന്നു കേട്ടോ. പിന്നെ പൂജയുടെ രാമനാമം നന്നായിട്ട് മോള് ചൊല്ലി, വളരെ ഭംഗിയായിട്ട് ചൊല്ലി. സ്വന്തമായിട്ടൊരു രാഗത്തില് ഇതുവരെ പാടിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് മോളത് ചൊല്ലിയത്. നന്നായിരുന്നു കേട്ടോ മോളെ. രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ പരമേശ്വരൻ സാറ് പറ്റി പറയുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേരൻസിനേക്കാളും ടെൻഷൻ സാറിനാണ് ഈ പരിപാടി ഭംഗിയാക്കുന്നതില്. നിങ്ങളെ ഇത്രയും ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ആക്കി ഈ ഒരു നിങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നതിന് ഏറ്റവും അധികം ഇങ്ങനെ വളരെ ഉദ്വേഗത്തോടെ കണ്ടിരിക്കുന്ന ഒരാള് പരമേശ്വരൻ സാറാണ്. മോർ ദാൻ യുവർ പേരൻസ്. അതാണ് ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയൊരു മഹത്വം. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. ആ ഗുരുവിനെ ശരിക്കങ്ങ് യൂട്ടിലൈസ് ചെയ്യുക. അദ്ദേഹത്തിൽ നിന്നും കിട്ടാൻ പറ്റുന്ന അറിവുകളെല്ലാം നേടിയെടുക്കുക. ഏറ്റവും അധികം നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിലും വലിയൊരു പുണ്യം വേറെയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കിത് പറഞ്ഞു തന്ന എന്റെ മാഷ് പരമേശ്വരൻ സാറിന്റെ പാദം തൊട്ട് ഞാൻ നമസ്കരിക്കുന്നു. സോമചേട്ടനുണ്ടോ ചേട്ടാ? ഇല്ല ഇല്ല ഇല്ല. സ്വാമി അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. വളരെ നന്നായിരുന്നു കേട്ടോ. രണ്ടുപേരുടെയും ആദിദേവ് നല്ല സൂപ്പറായിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, ഗംഭീരമായി കേട്ടോ. മോളുടെ അതെ സന്ധ്യാനം ഒന്നായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാം നമ്മൾ അതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ചേട്ടനും സന്ധ്യ ചേച്ചി എല്ലാവരും സാറിനെ അദ്ദേഹം പറയുന്നതെല്ലാം അതേപോലെ അനുസരിച്ച് ഗുരുവിന്റെ ആ അനുഗ്രഹം നമ്മൾ ഭാഗവതത്തിൽ പഠിക്കും. ഗുരുവോർ അനുഗ്രഹേണേവ ഉമാൻ പൂർണ്ണ പ്രശാന്തി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹം എന്നും വേണം. അത് മനസ്സിലെന്നും വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സായിറ, ആദിദേവിന്റെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. പൂജയുടെ സന്ധ്യാനാമവും വളരെ ഭക്തിപൂർവമായിരുന്നു. നിങ്ങൾ പരമേശ്വരൻ സാറിന്റെ പ്രയത്നഫലം നിങ്ങളിൽ കാണുന്നുണ്ട്. സാറിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ ദൈവാനുഗ്രഹത്തോടും കൂടി നിങ്ങൾ നല്ല വ്യക്തികളായി ജീവിക്കുമെന്ന് ഉറപ്പുണ്ട്. സായിറാം, നമുക്ക് നാളത്തെ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. നാളെ 24-ാം ദിവസം പ്രഭാഷണം നടത്തുന്നത് നിവേദിത തവൂർ എന്ന കുട്ടിയാണ്. 2 കുട്ടികൾ രാമസന്ധ്യാനാമം ചൊല്ലുന്നുണ്ട്. കാർത്തിക് എന്നൊരു കുട്ടിയും തീർത്ഥ മനോജ് എന്നൊരു കുട്ടിയും. ഇന്നത്തെ പൂജാ മനോജിന്റെ കൂടെ ട്വിൻസ് ആണ് തീർത്ഥ മനോജ്. നാളെ നമുക്ക് തീർത്ഥയുടെ രാമസന്ധ്യാനാമം കേൾക്കാം. എല്ലാവരും ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഒരു 55-56 പേരോളം ഇന്ന് നമ്മുടെ പ്രഭാഷണ പരമ്പര കേൾക്കാനായിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും പേര് വന്ന് കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നതിൽ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ ആൾക്കാർ വന്ന് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് കയറിയ ഓരോരുത്തരും മറ്റുള്ളവരോടും കൂടെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവരോടും പറയാം. ഒരു 1/2 മണിക്കൂർ
ഈ കർക്കിടക മാസത്തിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ഭാവി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാനായി, പാരൻസിന് സൗഖ്യമായിട്ടുള്ളൊരു ജീവിതം കിട്ടാനായി എല്ലാവരും അതിനുവേണ്ടി ഒന്ന് പ്രയത്നിക്കണമെന്ന് വീണ്ടും ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാളെ വീണ്ടും കാണാം. സായിരാം സാർ. എല്ലാവർക്കും സായിരാം.